പിന്നെ എന്റെ മല്ലിക ഋഷിബായിന്റെ മല്ലിക ഓക്കെയാണ്, അടിപൊളി അത്യാവശ്യം വലിപ്പമുണ്ട്, സൈസും ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, ഒറിജിനൽ മല്ലികയാണ്, 100% മാങ്ങയാണ്. ഇത് ഇന്നലെ പറിച്ച മല്ലികയാണ്. ഈ ഒരു ക്വാണ്ടിറ്റിയോ? ഒരു ചാക്ക് മല്ലികല്ലേ? ഇതിപ്പോ എത്രാമത്തെ ഹാർവെസ്റ്റിംഗ് എത്തവണ? ഇത് മൂന്നാമത്തെ. സൈസ് ഇതാണ് ഇപ്പൊ ഇതിന്റെ റിസൾട്ട് വരുന്നല്ലേ. അപ്പൊ നമ്മളെ ഡബിൾ ലോങ്ങിന്റെ കായ പറിക്കുകയാണെന്ന് ഒരുപാട് എടുത്തു കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ ഇഷ്ടംപോലെ കഴിഞ്ഞാൽ മതി. ഇപ്പൊ നിറയല്ലേ അന്ന് വീഡിയോ എടുത്തില്ലേ നിങ്ങളത്? അപ്പൊ ഇതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്യാനുള്ള പരിപാടിയാ. അടുത്ത ഷോപ്പിലേക്ക് കൊടുത്തോ? അത്യാവശ്യം ഇല്ല അത് നമ്മള് ഷോപ്പിൽ കൊടുക്കുന്ന പരിപാടി ഇല്ലല്ലോ. നമ്മളിവിടെ വരുന്ന ആളുകൾക്ക് പറിക്കാതെ. അപ്പൊ ഇങ്ങനെ പിടിച്ച് ഇതാണ് ഇപ്പൊ നമ്മളെ റിസൾട്ട് അല്ലേ? ഇതിന് മുൻപത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലാണ് കറക്റ്റ് ആയിട്ട് നിറച്ച് കായനല്ലോ അന്ന് നമ്മുടെ ജംഷിയൊക്കെ വന്ന സമയത്തൊക്കെ. ഇങ്ങോട്ട് താഴെക്കണോ? ഇപ്പൊ ഈ ഡബിൾ ഡോങ്ങിന്റെ നമുക്ക് പരിപാലനമൊക്കെ എങ്ങനെയാ സംഭവം? ഡബിൾ ലോങ്ങിന് എന്താ വെച്ചാൽ നമ്മള് വളം കൊടുത്താൽ ഇട്ടാൽ മതി. എന്തായാലും അത്യാവശ്യം നല്ല ഫ്ലഷും ഉണ്ട്. ഇതിപ്പോ എന്താ വെച്ചാൽ ഫസ്റ്റിൽ ഉണ്ടായതാണ്. പക്ഷെ നമ്മൾ ആദ്യത്തെ മരം ഉണ്ടായി നല്ല ഫ്ലഷ് ഉണ്ട്. ഇതിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്ലഷും ഉണ്ട്, നല്ല സ്വീറ്റുമാണ്. അതായത് പ്രത്യേകിച്ച് പരിപാലനത്തിന്റെ ഒരു ആവശ്യമില്ല, പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല, ഒന്നും ഇല്ല. നല്ല രണ്ടാമത്തെ വർഷം മുതൽ കായ്ക്കണുണ്ട്. പിന്നെ നമ്മൾ ഈ കവർ ഇട്ടിട്ടേ ഇതാണ്ടോ ഈ കവറേ, ഈ കവർ സാധാരണ കവറല്ലല്ലോ, ഇത് നെറ്റ് ഞാൻ നമ്മൾ അടുപ്പിക്കണാണ്. ഇവിടെ തന്നെ ചെയ്യുന്നതാണ്. ഇതിലെന്താ വെച്ചാൽ കൊതുകോലന്റെ ടൈപ്പ് സാധനമാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ ഒരു പ്രാണികളെ ശല്യമില്ല. മറ്റേതെന്ന് വെച്ചാൽ ഈ ഒരു ഈച്ച ഉണ്ട് ഇതിരിക്കാൻ ലോങ്ങന്മേലേ. ആ ഈച്ച ഇരുന്നിട്ട് ആരും ഈ ലോങ്ങിന് വെച്ചിട്ട് കുറെ ആളുകൾ ഒഴിവാക്കിയ ആൾക്കാരൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ശരിക്ക് പഴം പറിക്കാൻ കിട്ടാത്തതുകൊണ്ട്. ഇതിന് നമുക്ക് റീയൂസും ചെയ്യല്ലേ അത്യാവശ്യം. ഇതൊരു നല്ല ക്വാളിറ്റി ഉള്ള നെറ്റ്. അത് ഇത് വേണമെങ്കിൽ ഒരു 10 വർഷം വേണമെങ്കിൽ ഉപയോഗിക്കാം. അത്രയും ക്വാളിറ്റി. ഇത് റംബുട്ടാനൊക്കെ പറ്റൂട്ടോ, മൊത്തം പറ്റില്ല. റംബുട്ടാന് ഒക്കെ നമുക്ക് യൂസ് ചെയ്യട്ടോ. അല്ല ഇത് നമ്മുടെ സൈസ് പറഞ്ഞാൽ എങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? അത് ഞാൻ സൈസ് ഏത് സൈസിലും വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം. അത് നമുക്ക് കൊറിയറും ചെയ്ത് കൊടുക്കാം. കൊറിയർ വേണമെങ്കിൽ കൊറിയറും ചെയ്ത് കൊടുക്കാം, ധൈര്യമായിട്ട് ചെയ്യാലോ. അതിന്റെ ഓരോ തണ്ടിന്ന് വരുന്ന റിസൾട്ട്. ഇതിപ്പോ നമ്മള് ഏകദേശം ഒരു പകുതിയിലേറെ നമ്മൾ ഇതിന് പറിച്ചു കഴിഞ്ഞുകൊണ്ടോ, ബാക്കിയാണ് ഇപ്പൊ ഇത് പറിക്കണത്. ഇപ്പൊ ലാസ്റ്റ് സ്റ്റേജ് ലാസ്റ്റാണ്. ഇനിയിപ്പോ നിർത്താൻ പറ്റില്ല. ഇത് കുറച്ച് അതായത് കംപ്ലൈന്റ് ഒന്നും ചാടില്ല, പഴുപ്പോ ഇതായിട്ട് കംപ്ലൈന്റ് വരുന്ന സംഭവം ഇഷ്ടംപോലെ കായുണ്ടാവും. അപ്പൊ നമുക്ക് വീട്ടില് ഇതിപ്പോ നമ്മളെ ഈ തൈ വെച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ട്? ഇത് 2 വർഷം 2.5 വർഷമേ ഉണ്ടാവുള്ളൂ. 2 വർഷത്തിന്റെ റിസൾട്ട് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇതാന്ന് ഒരു 2 അടി 3 അടിയുള്ള തൈ വെച്ചതാ. ഇപ്പൊ ഈ സൈസായി. ഇത് ഇപ്പൊ പ്രൂൺ ചെയ്യും. ഈ പഴം പറിച്ചു കഴിഞ്ഞാലേ മൊത്തത്തില് പ്രൂൺ ചെയ്യും. പ്രൂൺ ചെയ്താൽ എന്താ വെച്ചാൽ ഇപ്പോ ഒരു 50 ഇത് ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ അത് 100-200 ആയിട്ട് മാറും. അത്രയും മാറും. ഒരു കട്ടിങ്സിൽ തന്നെ ഒരു 4 ബ്രാഞ്ചസ് ഒക്കെ വരും. ഇപ്പൊ നമ്മളിപ്പോ എത്രയാണ് ലാസ്റ്റ് സ്റ്റേജിൽ ഹാർവെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക തന്നെയാണ്. ഇപ്പൊ ഇത് ഏതിന്റെ തൈകളാ അപ്പൊ തൊട്ടപ്പുറത്തുള്ള ലോങ്? അത് 4 സീസൺ. അതിലത് കായതാ. അതിലുണ്ട് ഈ 4 സീസൺ എന്ന് പറയുന്നത് തന്നെ എന്താ വെച്ചാല് ഇവിടെ കായുണ്ട്. ഇതിന്റെ മുകളിലുണ്ട് ചെറിയ പൂവും ചെറിയ കായ വന്നിട്ടാ കണ്ടോ. ഇത് അപ്രോച്ച് ആണോ ചെയ്യുന്നത്? അപ്രോച്ച് ചെയ്യണത് മരം ഒന്നിച്ച് കഴിഞ്ഞാൽ നമ്മള് ഗ്രാഫ്റ്റാണ് സാധാരണ ചെയ്യല്. അപ്പൊ മരം ഒന്നായിട്ട് തൂങ്ങി നിലത്തൊക്കെ മുട്ടി കിടന്നിട്ടേ കംപ്ലീറ്റ് അപ്രോച്ച് ചെയ്യാൻ തീരുമാനിച്ച. എന്നാൽ നല്ല ബ്രാഞ്ചസും കാര്യങ്ങളും ആവും ചെയ്യും. ഗ്രാഫ്റ്റ് ആണോ അപ്രോച്ച് ആണോ സെയിം അല്ലേ റിസൾട്ട് ഒക്കെ? അതെ, ഒരു കുഴപ്പമില്ല. കായ്ക്കാത്ത ഒരു പ്രശ്നം ഇതിന് വരുന്നേ ഇല്ല. നമുക്കൊരു തോട്ടം സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയൊരു വെറൈറ്റി ആണ്. ഒരു സംശയവും ഇല്ല. ഡബിൾ ലോങ് ധൈര്യമായിട്ട് ചെയ്യാം. ഡബിൾ ലോങ്ങിനും എഡോസ്റ്റാർ ഇല്ലേ, വിയറ്റ്നാം ട്രോപ്പിക്കൽ എന്ന് പറയണേ, അതൊക്കെ ഒരു കൊമേഴ്സ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. അപ്പോൾ നമ്മളെ ഡബിൾ ലോങ്ങിനാണിത്. അതൊന്ന് കഴിച്ചു നോക്കി, എന്താ സ്ഥിതി നോക്കി. അതിൽ തേനൊലിക്കാണ്. ഭയങ്കര മധുരം. സീറ്റ് എങ്ങനെ ഉണ്ട്? അടിപൊളിയാ. ഇതെന്താ വെച്ചാൽ ഇത് നമ്മള് സീഡ് ഉണ്ടാവും. ജസ്റ്റ് സീഡിന്റെ വലിപ്പം കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു കഴിച്ചിട്ട് ആ സീഡ് അതിൻ്റെ ഉള്ളിൽ ഇട്ടാൽ മതി. അപ്പോൾ കറക്റ്റ് കിട്ടും. സീഡും ഫ്ലഷും കൂടിയാണ്. ഇതേ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇതിൽ തേനൊലിക്കാം. നല്ല നീരുണ്ട്.
ഹണിന്ന് കൂട്ടേണ്ടി വരും ഇതിന്. അടി നമുക്ക് പേര് വരേണ്ടി വരുമോ? നല്ല സീഡ്. സീഡിനോട് ഇത് കാമ്പിനോട് ഇത് ഒട്ടി പിടിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇതൊന്ന് കഴിച്ചു നോക്കി പറഞ്ഞാൽ മതി. അത് വെള്ളം ഒഴിക്കണോ ഇവള് മധുരം നോക്കിയാൽ അടിപൊളിട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞ ഒരു ബിറ്റ്സ് മീറ്റർ വാങ്ങിക്കോടി നിന്ന് അതിപ്പോ ഉപകാരപ്പെട്ടിന്ന്. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്റെ ലോങ്ങനായിട്ട് ഞാൻ ഇതിനെ പൊക്കി പറയാന്ന് കരുതരുത്. ഞാൻ സത്യത്തിൽ ഇത്രയും മധുരമുള്ള ഒരു ലോങ്ങൻ കഴിച്ചിട്ടില്ല. ഉള്ളത് പറയാലോ, ലോങ്ങിൽ ഇത്ര സ്വീറ്റ് ആയിട്ടുള്ള വെറൈറ്റി ഞാൻ കഴിച്ചിട്ടില്ല സത്യസന്ധമായി. നല്ല മധുരം കേട്ടോ, നല്ല മധുരമാണ്. ഓക്കെ അല്ലേ? അടിപൊളി. മോന് കൊടുക്കട്ടെ, അവന് തന്നെയല്ല പണി. അടിപൊളി. അപ്പൊ ഇതാണ് കുന്താണി പൈനാപ്പിൾ. കുന്താണി അല്ലേ? പൈനാപ്പിൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വെറൈറ്റീസ് നമ്മുടെ ഇതാ 5-8 കിലോനൊക്കെ വരുന്ന പൈനാപ്പിളാണ് നിലത്ത് കിടക്കുക. അത് നമുക്ക് ആവട്ടെ, എന്നിട്ട് പൊട്ടിക്കണം. ഒന്ന് വീട്ടിൽ പൊട്ടിച്ച് വെച്ചുണ്ട്, ഒരു 4 കിലോ 4.5 കിലോ ഒക്കെ ഉണ്ട്. മുള്ളു ചെറിയ പണി തന്നെ ഉണ്ടല്ലേ? ഏതായാലും ഈ ഇതുമലൊക്കെ ഫ്ലഷ് ഉണ്ടാവോ? എല്ലാത്തിലും ഉണ്ടാവും അല്ലേ? എങ്ങനെയുണ്ട് കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗി. അപ്പൊ ഇതാണ് കുന്താണി പൈനാപ്പിൾ. ഇതിന്റെ തൈകളൊക്കെ നമ്മുടെ കയ്യില് തൈകളിപ്പോ ഉണ്ടാവും, കുറച്ചൊക്കെ ഉണ്ട്. എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാവും. കുറഞ്ഞൊരു സമയം തന്നാൽ മതി. അപ്പൊ ഇതാണ് നമ്മളെ പൊപ്പുലു വാഴ കേട്ടോ. പൊപ്പുലു ഷേപ്പിന്റെ വ്യത്യാസം ഉണ്ടല്ലേ? അതെ. അത് ഒന്ന് വെട്ടാള പരിപാടിയാ. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്തിനാ? കഴിക്കാൻ വേണ്ടി. ഇതേ സത്യത്തിൽ ഇത് പഴുപ്പിച്ച ടേസ്റ്റ് ഇല്ല. പക്ഷെ പിന്നെ നമ്മളെ ചിപ്സ് ഉണ്ടാക്കാല്ലേ, ഇത്ര ടേസ്റ്റുള്ള പഴം വേറില്ല. അങ്ങനെയാണല്ലേ ഇത്? നിങ്ങൾ ഞാൻ വട്ടട്ടെ. ഇതാണ് കംബോഡിയൻ ജാക്ക്. കംബോഡിയൻ അല്ലേ? ഇതേ കളർ ഏതാ വരുന്നത്? ഇത് ഓറഞ്ച്, ഒരു ലൈറ്റ് റെഡ് ആയിട്ട് വരും. ഓറഞ്ച് ടച്ച്. അതെ. ഇതാണ്ട് ഇത്രയും ചെറിയ മരം കണ്ടോ. ഇതിപ്പോ എത്ര വർഷം പഴക്കത്തില? ഇതിപ്പോ ഇവിടെ വെച്ചിട്ട് 2 വർഷമായി. ഇപ്പൊ ഈ നമ്മുടെ ഈ ജാക്ക് വെറൈറ്റി ഹൈബ്രിഡ് ഐറ്റംസ് ഒക്കെ പ്രൂൺ ചെയ്യണമെന്നുണ്ടോ? പ്രൂൺ ചെയ്യണമെന്നൊന്നുമില്ല. പ്രൂൺ ചെയ്തിട്ട് ഇത് കായ്ക്കും. മറ്റുള്ള പ്ലാവുകൾ പറഞ്ഞാൽ പ്രൂൺ ചെയ്ത 2 വർഷം ചിലപ്പോൾ കായ്ക്കൂല. ഇതിന് അങ്ങനത്തെ പ്രശ്നമില്ല. ആ പ്രശ്നമൊന്നുമില്ല. ഈ വിയറ്റ്നാം മേരലിക്കും ഇതിനൊന്നും അങ്ങനത്തെ പ്രോബ്ലം ഇല്ല. ശരിക്കും ഇതിന്റെ കടവണ്ണം എന്ന് പറയുന്നത് നമുക്ക് ഇതുണ്ടാ. അതെ, ഇത്രേ ഉള്ളൂ. ഇതെന്താ ചക്ക അത്യാവശ്യം നല്ല സൈസുള്ള ചക്ക. പക്ഷെ വിയറ്റ്നാം മേരലിക്ക് എന്താ വെച്ചാൽ പല സ്ഥലത്തും ആ ഫംഗസ് വന്നിട്ട് അടിച്ചു പോകുന്നുണ്ട്. കംബോഡിയൻ ആ പ്രശ്നം വരുന്നില്ല. ചില ആളുകൾ കംബോഡിയൻ, ചില ആൾ 1-2 ആളിനോട് പറഞ്ഞിട്ട് വലിയ ടേസ്റ്റ്. പക്ഷെ എന്നെ സംബന്ധിച്ച് അടിപൊളി ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് കുഴച്ചൊക്കെയാണോ വരുന്നത്? അല്ലല്ല, സാധാ വരിക്കച്ചക്ക. അപ്പൊ നമ്മളെ മല്ലിക, നമ്മുടെ സ്വന്തം മല്ലിക. എല്ലാവരും ഇതിന് നല്ല അഭിപ്രായം പറയണു. കുറെ ആളുകൾ ഇത് കണ്ടിട്ട് തൈ ഉണ്ടാക്കി തരാൻ പറയണു. ആർക്കും ഇതിനൊരു മോശം അഭിപ്രായമായിട്ട് കണ്ടിട്ടില്ല. അതേപോലെ ഇതിൻ്റെത് 3 വർഷം കൊണ്ട് കായ്ച്ചു. ഇപ്പോൾ ഏകദേശം 8 വർഷം പോലായി. ചില ആളുകൾ പറയുന്നുണ്ട് മല്ലിക കണ്ടിന്യൂ ആയിട്ട് കായ്ക്കില്ല, വർഷം വെച്ച് കായ്ച്ചാൽ പിറ്റത്തെ വർഷം കായ്ക്കില്ല. പക്ഷേ എനിക്ക് ഈ വർഷം കിട്ടിയ ഒരു 300-350 കിലോന്, കഴിഞ്ഞ വർഷം കിട്ടി ഒരു ഏകദേശം ഒരു 500-ൻ്റെ മുകളിൽ കിലോന്. എല്ലാ വർഷവും അത്യാവശ്യം മാങ്ങ കിട്ടുന്നുണ്ട്. ഒന്നും ചെയ്യണമില്ല, ഒരു വളം കൊടുക്കലും കൂടെ ഇല്ലാത്ത ഒരു മാവിലാണ് ഇത് ഉണ്ടാവുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു 8 വർഷം 9 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ എന്താ ഉള്ളത് വെച്ചാൽ മല്ലിക ചിലർ കായ്ക്കൂല എന്ന് പറഞ്ഞു വെച്ചാൽ ടേസ്റ്റ് കിട്ടില്ല. പക്ഷേ ഇത് നമ്മൾ ശരിക്കും ആന്ധ്ര മല്ലിക വരുന്ന ഏറ്റവും ടേസ്റ്റുള്ള ആ മല്ലികേൻ്റെ അതേ ടേസ്റ്റ് കിട്ടുന്നതാണ് ഇവിടെ കഴിച്ച ആളുകൾക്ക് മൊത്തം അഭിപ്രായം. ഇനി ഇതാ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. എന്തായാലും ഈ മാങ്ങ കഴിച്ചിട്ടുള്ള അഭിപ്രായം മതി. ഭയങ്കര മധുരം. ടേസ്റ്റ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് അടിപൊളി. അന്നേരം കഴിച്ചിട്ടില്ല ഈ ഒരു ടേസ്റ്റിൽ. ഇതേമാതിരി മാങ്ങ കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ഒരിക്കലും ഇല്ല. നമ്മുടെ ഫൈബറിൽ വളരെ കുറവാണ് അല്ലേ? ഇല്ല തന്നെ പറയാം. നമുക്ക് പറയാല്ലേ? ഇല്ല, സംഭവം ഇല്ല. മല്ലിക ഇപ്പം നമ്മൾ അഭിപ്രായം പറഞ്ഞ ആവശ്യമില്ല. ടേസ്റ്റ് ബേസ് മാത്രമേ നോക്കണ്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ കായ്ച്ചിട്ട് എങ്ങനെ ടേസ്റ്റ് എന്നുള്ളത് മാത്രമേ നോക്കൂ. അത് ശരിക്കും മല്ലികൻ്റെ ഏറ്റവും ടോപ്പ് ടേസ്റ്റ് ഇവിടുത്തെ മല്ലിക കിട്ടുന്നുണ്ട്. തൈകൾ ഇപ്പോൾ റെഡിക്ക് വന്നിട്ടുണ്ട്. 350 രൂപ കൊടുക്കണം ഒറിജിനൽ തൈ. മല്ലികൻ്റെ തൈ ഇവിടെ 100 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത് പുറത്തുനിന്നുള്ള തൈ. എൻ്റെ തൈ ഞാൻ കൊടുക്കണം 350 രൂപക്കാണ്. അപ്പോൾ ഇതാണ് കാലാപ്പാടിയും ഹിമപസും കൂടി ക്രോസായ ഒരു വെറൈറ്റി.
നല്ല ജ്യൂസി ആണത്. അതാ ഫൈബർ ഇല്ല, തീരെ ആരില്ലാത്തൊരു സാധനമാണ് കേട്ടോ. ഒന്ന് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നേരത്തെ കഴിച്ചില്ലാതെ കുറച്ച് കളർ കുറവാണ്, പക്ഷേ കളറിൽ വ്യത്യാസമുണ്ട്, ടേസ്റ്റിലൊക്കെ ഉണ്ട്. ഒരു ആര് പോലും ഇല്ലല്ലോ. ഇല്ല, ഒറ്റ ആര് പോലും ഇല്ല. കൺഫ്യൂഷൻ ആയിട്ടാവില്ല ഏതിപ്പോ ടേസ്റ്റ് പറയണമെന്നുള്ളത്. ഇതാ ഓളോർ മാങ്ങയുണ്ടത്, കോഴിക്കോട്ടേരെ മാങ്ങ, സ്വന്തം മാങ്ങല്ലേ. ചെറിയൊരു ഫൈബർ ഉണ്ടല്ലോ ഇത്. ആ ഇതിൻ്റെയൊക്കെ തൈകൾ നമ്മളെ കയ്യിലുണ്ടോ അപ്പോൾ? ഓളോർ ഉണ്ടല്ലോ. എത്ര രൂപ മുതലുള്ള? ഓളോർ 250 രൂപ. ആ റേഞ്ച് വരുന്നുള്ളൂ അല്ലേ. നമുക്ക് ആ ഒരു തൈ വെച്ച് എത്ര സമയം കൊണ്ട് റിസൾട്ട് ഒക്കെ? 2-3 വർഷം കായ്ക്കുമല്ലോ. ഓക്കെ. നമ്മുടെ ലൊക്കേഷൻ എവിടെയായിരുന്നു? മലപ്പുറം ടൗണിൻ്റെ അടുത്ത് പെരിങ്ങോട്ടുകുളം റെസിൻ എക്സോട്ടിക്. മലപ്പുറം സിവിൽ സ്റ്റേഷൻ അടുത്ത് 3 കിലോമീറ്റർ, മൃഗാശുപത്രിൻ്റെ റോട്ടിന്, കോഴിക്കോട് പാലക്കാട് റോട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ, കൂട്ടിലങ്ങാടിയിൽ നിന്ന് അടുത്തുനിന്ന്, പിന്നെ ചട്ടിപ്പറമ്പ് വന്ന് വരുമ്പോൾ 3.5 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ നങ്കടാക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പൊളിക്കാറുണ്ട്. ഇത് ഒന്നും പറയില്ല, ഇതിന്റെ പൊളിക്കണ രീതി വേറെ. അതെ അതെ, ചാടുവോ? ചാടരുത്. ഓറഞ്ച് പൊളിക്കണ പോലെ നമുക്കിട്ട് പൊളിച്ചെടുക്കല്ലേ. അതെ അതെ അതെ. ഇത് കുഴച്ചൊക്കെയല്ലേ വരുന്നേ? അതെ അതെ, കുഴച്ചൊക്കെ ഒരു മിക്സഡാണ്. മിക്സഡാണ്. എന്നാ കുഴ കുഴ ഇറങ്ങാണ്ട് എന്താ പറയുക, നമ്മൾ ഒരുപാട് ആളുകൾ കുഴച്ചൊക്കെ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. പക്ഷെ ഇത് എല്ലാവരും കഴിക്കുന്നുണ്ട്. ഇത് ആർക്കും ഇഷ്ടകരമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇത് മാറ്റം ഉണ്ടായതുകൊണ്ടാണല്ലോ അപ്പോൾ അങ്ങനെ പറയണേ. ഇതിൻ്റെയൊക്കെ തൈകൾ നമുക്ക് എത്ര രൂപ മുതലുണ്ട്? ഇത് നമ്മൾ 100 രൂപ മുതൽ ഇതിൻ്റെ തൈകളുണ്ട്. 100 രൂപ മുതലുണ്ട് തൈകളുണ്ട്. ഓ, അത് നമ്മൾ ഒരുപാട് തൈകളെ ഇതേ മരത്തുമ്പോൾ തന്നെ നമ്മൾ തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ്, പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടിരുന്നല്ല, എൻ്റെ തൈകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ചക്കേൻ്റെ സൈസ് പറഞ്ഞാൽ സാമാന്യം ഈ സൈസാണ് വരിക? ആ, ഇതിൽ കുറച്ച് കൂടിയാലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഏതായാലും ചോള പറിക്കാൻ സുഖമാണ്, വളരെ ഒട്ടുമില്ലല്ലേ. ഇതിൻ്റെ സീറ്റ് അപാരല്ലേ. നമ്മൾ കഴിഞ്ഞ റിവ്യൂല് കഴിച്ചതാണ്, കാരണം വേറെ ലെവലാണ് സീഡ്സ് കേട്ടോ. അടിപൊളി സംഭവം. നമ്മളെ കാടാമ്പുഴ കേസിക്കാക്കാൻ്റെ കെയർ ഓഫിൽ എടുത്തൊരു ബട്ടറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യമായിട്ട് ഒരു വർഷത്തിൽ കായ്ക്കുന്നുണ്ട്. ഒരു വർഷത്തിൽ 3 പ്രാവശ്യം. നല്ല ഉണ്ട ടൈപ്പ് ഇതായിട്ടാണ് വരുന്നത്. നല്ല ടേസ്റ്റും ഉണ്ട്, പച്ചക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ ഇപ്പോൾ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്. എങ്ങനെ റേറ്റ് ഒക്കെ വരുന്നത്? റേറ്റ് നമ്മൾ 450 രൂപ. 450 രൂപയ്ക്ക് വർഷത്തിൽ 3 തവണ 3 പ്രാവശ്യം കായ്ക്കുന്നുണ്ട്. ഇത് നമുക്ക് കായ്ച്ചു സീസൺ തന്നെ പറയാം. 3 തവണ പറഞ്ഞപ്പോ ഇനിയിപ്പോ ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ നമ്മളെ അത്രയും വ്യക്തിനെ വരെ എടുത്ത് പറഞ്ഞ കാരണം വെച്ചാൽ അവര് നമുക്കിത് അത്രയും അവരെന്നെ ഉണ്ടല്ലോ നമുക്കൊരു ഇത് നിങ്ങൾ ഉണ്ടാക്കണ തൈകൾ ഉണ്ടാക്കണത് കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്തതാണ്. കാരണം അത്ര റിസൾട്ടും ഉണ്ട്. ഈ ഒരു തൈ വെച്ചാൽ നമുക്ക് എത്ര സമയം കൊണ്ട് റിസൾട്ട് എന്തായാലും നമുക്ക് എന്താ പറയുക, ഒറ്റയടി നമ്മൾ 2 വർഷം 3 വർഷം എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 4 വർഷമാവാം, 5 വർഷമാവാം. അത് എന്തായാലും നമ്മൾ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ആയതുകൊണ്ട് എന്തായാലും ഇവിടെ കായ്ക്കുന്നുള്ളിൽ സംശയമാണ്. റഷീദ് അപ്പൊ നമ്മുടെ പഴങ്ങളെ റാണി എന്ന് പറഞ്ഞാൽ നമ്മളെ മാംഗോസിനല്ലേ? അതെ അതെ, അത് ഇതുണ്ടോ നല്ല സൈസിൽ വരുന്നുണ്ട്, അത്യാവശ്യം നല്ല കായ്പിടുത്തമുണ്ട്. ചിലപ്പോൾ കായ്ക്കാൻ ചിലപ്പോൾ ഒരു 6 വർഷം 7 വർഷം വരും. പക്ഷെ എന്നിരുന്നാലും അടിപൊളി ഫ്രൂട്ട് എന്ന് തന്നെ ഇതിന് പറയാം. കായഫലം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കൂടിക്കൊണ്ടേക്കും, ഡബിൾ ആയിട്ട് വരും. ഓരോ വർഷവും മാറി വരും, കാരണം അത്രയും സ്പ്രെഡ് ചെയ്ത് ഈ മരം വരും. ഇതിന്റെയൊക്കെ ചെറുതൈകൾ നമുക്ക് എത്ര രൂപ മുതൽ? നമ്മൾ 150 രൂപ വരെ തൈകളുണ്ട്. പിന്നെ ഞാൻ മാംഗോസിന് എല്ലാവരോടും പറയില്ല എന്താ വെച്ചാൽ 5 വർഷം 6 വർഷം മരങ്ങളിലും വെക്കണം, എന്നാൽ 2-3 വർഷം കൊണ്ട് കായ്ച്ചു കിട്ടും. അല്ലെ നോക്കി ചടക്കും. അതെ അതെ അതെ, പെട്ടെന്ന് ഇതിന്റെ വളർച്ച ഗ്രോത്ത് കുറവാണ്. പക്ഷെ ഗ്രോത്ത് കയറി കഴിഞ്ഞാൽ അങ്ങനെ ഡബിൾ ആയിട്ട് കയറി കൊണ്ടുപോകും. എന്തായാലും നല്ല ഫുഡ് നമുക്കൊന്ന് പറിച്ചു നോക്കാം അല്ലേ? നമുക്കൊന്ന് പറിച്ചു നോക്കാം. നമ്മളിവിടുത്തെ റിസൾട്ട് കണ്ടിട്ടുണ്ട്, എന്നാലും ഫ്രൂട്ടായി നിൽക്കുമ്പോൾ ഒന്ന് പറിക്കണല്ലോ. അതെ അതെ. മാംഗോസിന് പല ആൾക്കാരും പറയുന്നത് എങ്ങനെ ഇതില് ഇങ്ങനെ ഒരു സംഭവം പറയലുണ്ട്, ഇതിന്റെ ബാക്കില് ഈ കാണുന്ന ഇതുപോലെയാണ് അകത്തുണ്ടാവുകയെന്ന്. കണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പൊട്ടിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിക്കാം അല്ലേ? 1 2 3 4 5 6 7 അല്ലേ? 7 അല്ലേ? 1 2 3 4 5 6 7 കറക്റ്റ്. അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ എത്ര ഇല്ലിന്ന് വരെ മനസ്സിലാക്കാൻ കഴിയും പുറത്തുനിന്ന് തന്നെ. ഓക്കെ. ഇതിന്റെ ടേസ്റ്റ് പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ, ഒരു പുളിമധുരാണ് വരുന്നത്. എന്തായാലും ഇതോടെ ഫ്ലേവറാ. ഇതോടെ വെക്കട്ടെ. നമുക്ക് അടുത്ത് ഇതിന് 5 കാണും. നമുക്കൊന്ന് നോക്കാം. വളരെ കറക്റ്റ്. അപ്പൊ ഈ പഴം കഴിക്കുന്നതാണ് 5 5 അല്ലേ? 5 നേരത്തെ നോക്കി 7 അപ്പൊ നമുക്ക് ഇത് അകത്ത് എത്ര എണ്ണ പുറത്ത് നോക്കിട്ട് പറയാം, മാജിക് ആയിട്ട് ഉണ്ടാക്കാം.
എല്ലാവരോടും പറയലുണ്ട് ഹാൻഡ്ഫുൾ പൈനാപ്പിൾ നല്ല ടേസ്റ്റ് ആണെന്ന് പറയലുണ്ട്. ഈ ഹാൻഡ്ഫുൾ പൈനാപ്പിളിൻ്റെ ഇതെങ്ങനെ വെച്ചാൽ ഇത് നമ്മൾ പൊട്ടിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സാധാ പൈനാപ്പിൾ ചെത്തുന്ന പോലെ ഇവിടെ നമ്മൾ കട്ട് ചെയ്യും മുകൾ ഭാഗം ഇവിടെ വരെ സാധാ പോലെ തന്നെയാണ്. അതെ. ഇനി നമ്മൾ ശരിക്കും ഈ മുള്ള് ഇങ്ങനെ ചെത്തലല്ലേ, അതിന് നമുക്ക് പകരം എന്താ ചെയ്യുക, ഇന്ന് തൽക്കാലം ഇളക്കുകയാണ്, അത് ഇളക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ നമ്മൾ ഇതേപോലെയാണ് കഴിക്കുക. ഇങ്ങനെ എടുത്തിട്ട് കഴിക്കല്ലേ, നമ്മൾ ചക്കൊക്കെ പറിച്ചെടുക്കുന്ന പോലെ ചോള പറിച്ച് കഴിക്കാന്നല്ലേ. ഇത് നമ്മൾ മുമ്പും കഴിച്ചിട്ടുണ്ട് കേട്ടോ, മുമ്പും ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിനെന്താ ഒരു ഇത് കൊടുക്കാൻ കാരണം വെച്ചാൽ ഭയങ്കര സ്വീറ്റാണ്. അതേപോലെ ഇതിനകത്തുണ്ടാവില്ലേ തണ്ട്, അതുവരെ നമുക്ക് നല്ല സ്വീറ്റായിട്ട് കഴിക്കാൻ പറ്റും. അതിൻ്റെ ഇത് വേണമെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് ശരിക്കും പറിച്ച് നമ്മളാണ് കഴിക്കൽ സാധാരണ. ഇതാണല്ലോ ഇതിൻ്റെ സെൻറ്റർ വരുന്നത് അല്ലേ. ഇതുവരെ നമുക്ക് കഴിക്കല്ലേ. ഇതാണ് ഇതിൻ്റെ ഇതൊന്ന് കഴിച്ചു നോക്കി. അതിന് ഉള്ളിലെ തണ്ടാണ് അല്ലേ, അതിനുണ്ട്. അതന്നെ അടിപൊളി മധുരം. ഇല്ല, ഇത് ശരിക്കും പൈനാപ്പിളിനായിട്ട് മധുരം ഇതിന് കിട്ടുന്നുണ്ട്. സത്യം. ചില പൈനാപ്പിൾ ഇത് ചൊറിയൽ വരും, ഇത് ചൊറിച്ചിലെല്ലും നല്ല ഉഷാറായി ടേസ്റ്റോട് കൂടി കഴിക്കാനും പറ്റും. പിന്നെ ബാക്കിയുള്ളതാ ഇതേപോലെ കണ്ടോ അടർന്ന് ഇങ്ങനെ പോരും കണ്ടോ, ഇങ്ങനെ നമുക്കിങ്ങനെ ഒന്നും ഒഴിവാക്കില്ല, പറിച്ച് ഇങ്ങനെ എടുക്കാം. ഇപ്പൊ ജ്യൂസ് അടിക്കാൻ ജ്യൂസ് ചെയ്യണം കേട്ടോ, അത്രയും നീര് കിട്ടുന്നുണ്ട്. ടേസ്റ്റ് അറിയണമെന്ന് കഴിച്ചു നോക്കാം. കണ്ടോ ഇവിടെ പറിച്ചിട്ട് പോരുന്നത് കണ്ടോ, മധുരം എങ്ങനെയുണ്ട്? അടിപൊളി മധുരം. നമുക്ക് ഇവിടെ വെക്കാൻ പറ്റിയ നല്ലൊരു പൈനാപ്പിളാണ്, വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഹാൻഡ്ഫുൾ പൈനാപ്പിൾ അടിപൊളിയായിട്ട് വെക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അതേപോലെ അത്യാവശ്യം ആവറേജ് സൈസും ഉണ്ട്, വലുപ്പമുണ്ട്, കഴിക്കാനും ഉണ്ട്. അത് അകത്തുള്ളത് മൊത്തം കഴിക്കാൻ തന്നെ പറയാം, ഒന്നും വേസ്റ്റ് ആക്കാൻ നമുക്ക് കഴിക്കാൻ പറ്റും. അതിന് പുറത്തുള്ള തൊലി മാത്രം ഇതാക്കിയിട്ട് അകത്തുള്ള മൊത്തത്തിൽ കഴിക്കാൻ പറ്റും. ഇതേപോലെ തന്നെ പൈനാപ്പിളുകളാണിത്. ഇത് മുള്ളില്ലാത്തതാണ്, സംഭവം തോൺലെസ് ആണ്. പോരാത്തതിന് ഈ രാജ എന്നൊക്കെ പേര് പറയലുണ്ട്. എന്തായാലും ഇതൊരു ശരിക്കും ഒരു 7 കിലോ 8 കിലോ വരെ തൂക്കം വരും. ഇതിപ്പോൾ ഒരു 3 കിലോ ഒക്കെ 3 കിലോ മേലായിട്ടേ ഉള്ളൂ. പിന്നെ ഇത് നമ്മളെ കുന്താണി പൈനാപ്പിൾ കണ്ടാ, ഇത് പഴുമ്പോൾ പൊട്ടി പോകുന്നതാണ്. അങ്ങനെ ഇതേപോലത്തെ ഒരുപാട് വെറൈറ്റി പൈനാപ്പിൾ കയ്യിലുണ്ട്. ചിലതൊക്കെ തൈകൾ കൊടുക്കാണ്ട്, കുറച്ചൊക്കെ നമുക്ക് കുറച്ച് ഭാവിയിൽ നല്ല കുറച്ച് കഴിഞ്ഞ് കൊടുക്കാം. ബ്ലാക്ക് ഡയമണ്ട് അല്ലേ? ബ്ലാക്ക് ഡയമണ്ട് പ്രത്യേകം എന്താ പറയുക, മറ്റേ വൈറ്റ് ഡയമണ്ട് ഇത് റെഡ് ഡയമണ്ട് ആരും കായ്ക്കണില്ല എന്നുള്ള അഭിപ്രായമാണ്. പക്ഷേ അത് കായ്പിടുത്തം കുറവുണ്ട് നമ്മുടെ നാട്ടിൽ. എന്നാൽ കായ്ക്കുന്നുണ്ട്, എന്നാൽ കായ്പിടുത്തം കുറവാണ്. പക്ഷേ ഇതിൻ്റെ വൈറ്റ് ഡയമണ്ട് ഇത് അല്ലെങ്കിൽ ബ്ലാക്ക് ഡയമണ്ട് ഇതൊക്കെ നിറയെ കായ്ക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബ്ലാക്ക് ഡയമണ്ട് ഉണ്ടോ, നമ്മൾ കായോട് കൂടിയുള്ള തൈകളുണ്ടോ, നമ്മൾ എത്ര കൊടുക്കാം? നമ്മളിത് കൊടുക്കേണ്ട ഓഫറിൽ 300 രൂപ കൊടുക്കാം. 300 രൂപ കൊടുക്കാതെ 250 കൊടുത്തതിന് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അത് തീർന്ന ചെറിയ സൈസ്. അപ്പോൾ തീർന്ന ഗുണം നമ്മൾ 300-ാണ് ഇപ്പോൾ ഉള്ളത്. ഈ സാധനം എത്ര വേണമെങ്കിലും ഇപ്പോൾ റെഡിയിലുണ്ട്. ഇതിന്റെ ടേസ്റ്റ് എന്താ അവസ്ഥ? ടേസ്റ്റ് അടിപൊളി. ജപ്പാൻ പേര ഇല്ലേ, റെഡ് ഡയമണ്ട്, അതേ ക്രിപ്സിയാണ്, ഭയങ്കര സ്വീറ്റാണ്, അടിപൊളി വന്ന സാധനം. 300 രൂപ. ഇതേ നമ്മൾ ജാർവിറിന്റെ ലെയർ പ്ലാന്റ് ആണ് കേട്ടോ. ലെയർ പ്ലാന്റ് ആണ്, നിങ്ങൾ കായുണ്ടോ? അതാണ് അതിന് അടിയിൽ നിന്ന് പൊട്ടി വന്നു മറ്റേതുണ്ടായിരുന്നു എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ലെയർ പ്ലാന്റുകളാണ്. ഇതെങ്ങനെ റേറ്റ് വരുന്നത്? ഇത് നമ്മൾ ഒരു ഓഫറിൽ ഇപ്പോൾ 250 രൂപ കൊടുക്കാം. 250 രൂപ ഇതേ കായുള്ള ഫ്രൂട്ട്. അതെ ഇതേപോലത്തെ സാധനം കണ്ടോ, നമ്മളൊക്കെയുള്ള പൂവൊക്കെ ഉണ്ട്. ഇത് ദൽഹാരി ചാമ്പിൻ്റെ തൈകൾ കണ്ടോ, നല്ല തൈകൾ കേട്ടോ, നല്ല 2 അടി ഹൈറ്റുള്ള തൈകൾ 150 രൂപ കേട്ടോ. 150 രൂപ അല്ലേ? ഇതുണ്ടോ ബുഷ് ഓറഞ്ച്, ഫുൾ കായോട് കൂടിയിട്ടുണ്ടോ, അടിപൊളി ഫുൾ കായ കണ്ടോ, നിറയെ കായ കൂടിയിട്ട് 100 രൂപ ഉള്ളൂ കേട്ടോ. 100 രൂപ വരുന്നുള്ളൂ. ബുഷ് ഓറഞ്ച് നിറയെ കായുള്ളത്, പൂവും കായ ഇഷ്ടം പോലെ കണ്ടോ, 100 രൂപൻ്റെ. എത്ര ക്വാണ്ടിറ്റി വേണമെന്നുണ്ടല്ലോ, അത്രയുണ്ട്. ഇതാണ് ശരിക്കേ നമ്മളെ കേരള മിയാസാക്കി, അതായത് കേരള മിയാസാക്കി റെഡ് കളർ വരുന്നത്. കാഴ്ചയിൽ ഡിറ്റോ അതായിട്ട് വരും. ഏതാ കാഴ്ചയിൽ അതേപോലെ റെഡ് കളറായിട്ട് വരും. കുറച്ച് ആരൊക്കെ ഉണ്ട്, പക്ഷെ എന്തായാലും മധുരമുള്ള ഒരു മാങ്ങ തന്നെയാണ്. ഇതിന്റെ പേര് അമൃത് എന്നാണ്. അമൃത്. ഓക്കെ. അപ്പൊ ഇതിന്റെ തൈകൾ ആവശ്യമുള്ളവർക്ക് ഇവിടെ ഇഷ്ടംപോലെ തൈകളുണ്ട്. ഇതൊക്കെ നമുക്ക് റിസൾട്ട് ഇവിടെ കിട്ടി തുടങ്ങിയോ? ഇവിടെ കിട്ടിയ മരം കിട്ടിയത് അയിമ തന്നെ ചെയ്ത അല്ല, നമ്മൾ കണ്ട മരം. അതെ, അയിമ കായ്ച്ചിക്കണു, റെഡ് കളറായിട്ടാണ് മാങ്ങ കായ്ക്കുക. നല്ല ടേസ്റ്റുള്ള മാങ്ങ, കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതിന്റെ തൈകൾ ആവശ്യമുള്ളവർക്ക് ഇവിടെ ഉണ്ട്. വി ഗ്രാഫ്റ്റ് ആണ് വരുന്നത്. നമ്മൾ എത്ര രൂപ മുതലായി? നമ്മൾ 300 രൂപ കൊടുക്കുന്നത്. 300 രൂപയ്ക്കല്ലേ? അപ്പൊ നമ്മളോട് ഒരുപാട് ആളുകൾ ഫിറങ്കി ലഡുവിന്റെ തൈകൾ കിട്ടുമെന്ന് ചോദിച്ചു, ഒരുപാട് ആളുകൾ ചോദിക്കണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് നമ്മളൊരു സുഹൃത്ത്, അതായത് ഇപ്പോൾ എനിക്കിത് ഗ്രാഫ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. ഫിറങ്കി ലഡു പറഞ്ഞാൽ മാവ്,
എന്തായാലും അതിൻ്റെ തൈകൾ ഇവിടെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഇപ്പോൾ. ഇനി ഇതിൻ്റെ തൈകൾ ഇനി ഇതിൻ്റെ ബാക്കിൽ വരും. നമ്മൾ Stock ശരിക്കും ഇവിടെ ഉണ്ടാവും. സ്റ്റോക്ക് ഉണ്ടാവും. ഇത് ശരിക്കും ആളുകൾ വിറ്റുകൊണ്ടിരിക്കണം 500, 600 ആ ഇത് റേഞ്ച്. ഡിമാൻഡ് ഉണ്ടല്ലോ. അപ്പൊ ഭയങ്കര ഡിമാൻഡുള്ള എൻക്വയറി നല്ല ടേസ്റ്റ്, അപാര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റിലുള്ള മാങ്ങയാണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ ഇപ്പോൾ നമ്മളടുത്ത് റെഡി ആയിട്ടുണ്ട്. നമ്മളിതൊരു 300 രൂപ കൊടുക്കാം. 300 രൂപ. നമുക്ക് ഇവിടെ ഇതിൻ്റെ മാർക്കറ്റ് പറഞ്ഞാൽ 600 രൂപ 650 രൂപക്കൊക്കെ ഇവിടെ വിറ്റുകൊണ്ട് പകുതിയിൽ നമുക്ക് പകുതി 300 രൂപ കൊടുക്കുക. ഇതിൻ്റെ തൈകൾ ഒരു മാസം കൊണ്ട് ഇഷ്ടംപോലെ തൈകൾ ഇപ്പോൾ നമ്മൾ നമുക്കിപ്പോൾ തൈൻ്റെ സൈസ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ തൈകൾ. കണ്ടോ, സെറ്റാണ്, ഒക്കെ പിടിച്ച തൈകളാണ്. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് വലുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം. അല്ലാതെ ഇത് സെറ്റായ തൈകളാണ് ഇത് വേണ്ടവർ കൊണ്ടുപോകാം. ഇങ്ങനെ ഇപ്പോൾ കൊണ്ടുപോകുമ്പോൾ 300 രൂപ. 300 രൂപ. പക്ഷെ ഇതൊക്കെ എന്തായി കാണുന്നത്? അബിയല്ലത് നമ്മളെ തോട്ടത്തിൽ അന്ന് നമ്മളൊരു വീഡിയോ ഇട്ടീന് ഈ മാസത്തിൽ. ഇതിപ്പോൾ ഇതേതാണ് മെയ് മാസം. മെയ് മാസത്തിൽ കാഴ്ച നിൽക്കുന്ന വീഡിയോ ഇട്ടീന്. അപ്പോൾ ഇവിടെ തൈകളിലും ഉണ്ട് അതേപോലെ കാഴ്ച നിൽക്കണം കേട്ടോ. ഇപ്പം മെയ് 18 കേട്ടോ. മെയ് 18 വേണ്ടാ, ഇതൊന്നും അല്ല കേട്ടോ. അവിടെ ഇനിയുണ്ട് കാഴ്ച തോന്നി, കാഴ്ച ആവശ്യമുള്ളവർക്ക് ഇവിടെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ നമ്മൾ കൊടുക്കണേ? ഇത് പലതും ഉണ്ട്, 1500, 2000 പലതും ഉണ്ട്. ഇത് ചെറുതുണ്ട് 1500, മറ്റേ 2000. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് വെറൈറ്റീസ് ജബോട്ടിക്കാവിൻ്റെ തൈകളുണ്ട് കേട്ടോ. അതായത് ഇവിടെ എല്ലാവരും എസ്കാലേറ്റ്, റെഡ് ബേർഡ്, പ്രിക്കോഷി എന്ന് പറഞ്ഞിട്ടുള്ള അത് സബാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലാണ് പോകുന്നത്. പക്ഷെ ഒരുപാട് വെറൈറ്റീസ്, മൂപ്പുള്ള വലിയ വലിയ മരങ്ങൾ, പല റേറ്റിലുള്ള മരങ്ങളുണ്ട്. കാഴ്ചതും കണ്ടതൊക്കെ കാഴ്ച ഇതൊക്കെ കാണാം. രഞ്ജിത് കാണാത്ത ഓരോ ടൈപ്പ് അല്ല ഇതൊക്കെ കണ്ടിട്ട് കണ്ടില്ല. മേലെ വരെ ഇതിൻ്റെ തടിയുണ്ടോ, ഒരൊറ്റ തടിയായിട്ട് പോയിക്കണം അല്ലേ. അതേപോലെ ഇതുണ്ടോ ലീഫ് മാറ്റം കണ്ടില്ലേ, എല്ലാം കായുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു കടവണ്ണം നോക്ക്, അത്യാവശ്യം മൂപ്പുള്ള തൈകളാട്ടത്. അതൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ ലീഫ് ഉണ്ടോ, ഇത് വൈറ്റ് പിത്രാന്താന്ന് അറിയും. ഇതൊക്കെ ഇവിടെ കായ്ച്ചിട്ടുണ്ടോ, ഇതൊക്കെ കായ് പിടിച്ച് ഉണങ്ങി പോയതാണ്, പറിക്കാതെ കണ്ടോ കണ്ടോ. അപ്പോൾ അതേപോലെ ഇത് ബ്ലാക്ക് പറഞ്ഞൊരു സംഭവം വന്നാണ്. ഇതുണ്ടോ, ഇതിനൊക്കെ ലീഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ, പലതിനും മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ കായ്ച്ച മരങ്ങൾ ജബോട്ടിക്കാവിൻ്റെ ഏകദേശം ഒരു 200ഓളം പ്ലാന്റ്സ് ഇവിടെ ഇപ്പോൾ റെഡിയിലുണ്ട്. വലിയ പ്ലാന്റുകളാണ് റെഡി സ്റ്റോക്ക്. അപ്പോൾ ഇത് നേഴ്സറി ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ട് നമ്മൾ കൊടുത്ത് കഴിയുക 5 വർഷമായി, 6 വർഷമായി, 7 വർഷമായ മരങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതൊക്കെ കായ പിടിച്ചാണ്ടോ, ഇതാണ് നോക്ക് കണ്ടോ, എല്ലാം കായോട് കൂടിയുള്ള തൈകളാണ്. നമുക്ക് ആദ്യമൊക്കെ ഒരു 1200 രൂപയ്ക്കൊക്കെ നമുക്ക് ഉണ്ടായിരുന്നല്ലോ. 1300 നമ്മൾ ഓഫർ ഇട്ട് കൊടുത്തില്ല നമ്മള്. അത് ഒരു 10-50 പീസ് അങ്ങനെ പോയി. ഇപ്പോ ആ തൈകൾ ഇപ്പൊ സ്റ്റോക്ക് ഇല്ല. ഇനിയിപ്പോ നമ്മുടെ കയ്യിലുള്ളത് ഒരു 2500 മുതൽ കാഴ്ച തൈകൾ ഉണ്ടല്ലേ. അപ്പൊ ഒരുവിധം വലിയ തൈകൾ വേണമെങ്കിൽ എല്ലാം ഇത് ഫുള്ള് കായ പിടിച്ചതാ. ഇതൊക്കെ ശരിക്കും എന്താ വെച്ചാൽ നമ്മളെ വീടിന്റെ മുന്നിലൊക്കെ ഒരു ഭംഗിക്ക് കൊണ്ടുപോയി വെക്കാൻ പറ്റിയ നല്ല നല്ല ഭംഗിയുള്ള മരങ്ങളാണ്. അത് മാത്രമല്ല ഓൾ സീസൺ ആയിട്ട് ഫ്രൂട്ട് കിട്ടുന്ന ഒരു മരമാണ് ഈ ഒരു കാഴ്ച തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം അതെ ഫ്രൂട്ട് അല്ലേ. നമ്മൾ കൊറിയർ, നമ്മൾക്ക് ഹൈവേ ഡെലിവറി ഉണ്ട്. അതായത് പെറ്റ്സിൻ്റെ വണ്ടിയിൽ നമ്മൾ ഹൈവേയിൽ അയച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ പ്ലാന്റ്സുകളൊക്കെ. ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ ആമസോൺ വഴിയും DTDC വഴിയും കൊറിയർ അങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഹൈവേയിൽ വലിയ പ്ലാന്റുകൾ ഹൈവേയിൽ എത്തിച്ചു കൊടുത്തിരുന്നു. അതൊരു മാസമായിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് സ്റ്റോപ്പ് ചെയ്തിരുന്നു. ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ച മുന്നേ ഒന്ന് വെറുതെ ഒന്ന് കൊടുത്താണ്. അപ്പോൾ ഇതിന് ഓർഡർ വന്ന് അപ്പോൾ ഏകദേശം ഈ കാണുന്നതൊക്കെ ഈ കാണുന്നതൊക്കെ നാളെ നമ്പർ ഇട്ട് വെച്ചുകൊണ്ടില്ലേ, ഇതൊക്കെ നാളെ തിരുവനന്തപുരം കയറാനുള്ളതാണ്. അപ്പോൾ ഓർഡർ ഫുള്ളാണ്. ഓർഡർ ഒരാഴ്ച കൊണ്ട് തന്നെ ഫുള്ളായി. ഇനിയിപ്പോൾ നമ്മൾ കാസർഗോഡ് പോകും. അത് കഴിഞ്ഞ കൊണ്ട് തന്നെ തിരുവനന്തപുരം പോകാനുള്ള പണി നോക്കുന്നുണ്ട്. അപ്പോൾ ഇനി വീണ്ടും ഞങ്ങൾ ഇതിലേക്ക് വന്നിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞു.